ഗാന്ധിക്കായി ടി സിദ്ദിഖ് പിന്മാറുന്നതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ മുസ്ലിം പ്രാതിനിധ്യത്തിലും വൻ ഇടിവുണ്ടാകും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ 2 സീറ്റിലായിരുന്നു മുസ്ലിം പ്രാതിനിധ്യമുണ്ടായിരുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ജയസാധ്യതയുള്ള സീറ്റ് കൂടിയാണ് സമുദായത്തിന് നഷ്ടമാകുന്നത്. 26% ജനസംഖ്യയുള്ള മുസ്ലിം സമൂഹത്തിന് സ്ഥാനാർത്ഥി പട്ടികയിൽ അതിനനുസരിച്ച പങ്കാളിത്തം ലഭിക്കുന്നില്ലെന്ന വിമർശനം ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ്. ഇത്തവണ UDF 4 സീറ്റുകളിലാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയത്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 2 സീറ്റുകളും കോൺഗ്രസ് മത്സരിക്കുന്ന വയനാടും ആലപ്പുഴയുമായിരുന്നു ഈ 4 സീറ്റുകൾ. കോൺഗ്രസ് മുസ്ലിം പ്രാതിനിധ്യമായി നൽകിയ 2-ൽ വിജയം ഉറപ്പുള്ള സീറ്റാണ് രാഹുൽ ഗാന്ധിക്കായി ഇപ്പോൾ മാറ്റിവെക്കപ്പെട്ടത്. അതായത് ടി സിദ്ദീഖിന്റെ പിന്മാറ്റത്തോടെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യം 3 കുറഞ്ഞു. ഇതിൽ തന്നെ ആലപ്പുഴ വിജയമുറപ്പുള്ള സീറ്റായി പരിഗണിക്കാനാവില്ലെന്നതാണ് വസ്തുത. അതേസമയം 18%-ഓളമുള്ള ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് UDF 5 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. മറ്റ് സമുദായങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴും ജനസംഖ്യാ ആനുപാതികമായ പ്രാതിനിധ്യം മുസ്ലിം വിഭാഗത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ കാലാകാലങ്ങളായി അവഗണന തുടരുന്നുവെന്നാണ് മുസ്ലിം സംഘടനകളുടെയും നിലപാട്. അതിനിടയിലാണ് വിജയമുറപ്പുള്ള ഒരു സീറ്റ് കൂടി സമുദായത്തിന് നഷ്ടമാകുന്നത്. ഇതിലുള്ള അതൃപ്തി അടങ്ങുന്ന സന്ദേശം ചില മുസ്ലിം ഗ്രൂപ്പുകൾ രാഹുൽ ഗാന്ധിക്ക് തന്നെ അയക്കുകയും ചെയ്തു. മീഡിയ 1 കോഴിക്കോട്.